എല്ലാവർക്കും എന്നാ ഉണ്ട് വിശേഷമൊക്കെ? ഇതൊക്കെ എന്നെ തപ്പു. നമസ്കാരം. 3 മാസം കൂടി വരുന്നതാണല്ലോ ചേഞ്ച് പിടിക്കാൻ. അതെ, അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ വ്ളോഗ് എടുക്കാൻ ഒന്നും പ്ലാൻ ഇല്ല കേട്ടോ. ഞങ്ങള് ആക്ച്വലി ഇതേ ശോഭയിലോട്ട് ഇങ്ങനെ ഇറങ്ങിയായിരുന്നു. അപ്പൊ ഇങ്ങനെ പോകുന്ന വഴിക്ക് അക്കടു ഇങ്ങനെ പറഞ്ഞു, എന്ത് റിച്ചു ചേട്ടാ നമുക്ക് വ്ളോഗ് എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല സോറി ചേട്ടാന്നില്ല, റിച്ചു നമുക്ക് വ്ളോഗ് എടുക്കണമെന്ന് പറഞ്ഞു. ചേട്ടാന്നൊന്നും വിളിക്കത്തില്ല, വലിയ കാരണമാണ് പറയേണ്ടത്. വലുതാണ് വേണ്ടത്, ഷോർട്ട് ഫോം ആവും. അങ്ങനെ എന്നെ വിളിച്ചോണ്ടിരുന്നേ. ഇത് വേണ്ട നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. അതെ, റിച്ചു അപ്പു എന്ന് വിളിച്ചോണ്ടിരുന്നു. ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ. അപ്പൊ അതെന്താ നമുക്കറിയില്ല, കുഞ്ഞു കൊച്ചല്ലേ. അല്ല കുഞ്ഞു കൊച്ചൊക്കെ മാറിട്ടോ വലിയ കൊച്ചായി. അതിനിടയ്ക്ക് എന്റെ കാലൊക്കെ ഒന്ന് ഒടിഞ്ഞിരുന്നു. കാലിപ്പോഴും ഇല്ല, ചട്ടനാ. അല്ല ചട്ടുണ്ടെന്ന് പറയാം. ശരിയായി വരുന്ന ഒരു ഗ്യാപ്പ് നമുക്ക് പറയാൻ പറ്റും. അതെ, അപ്പൊ ബൈക്കൊക്കെ ഇടിച്ച് മറ്റേ സീനായിരുന്നു. 2 മാസമായിട്ട് ഇപ്പൊ അപ്പു പ്ലാസ്റ്ററൊക്കെ ഊരിട്ടോ. പക്ഷെ എന്നാലും നടത്തം ശരിയായിട്ടില്ല. ചട്ടുണ്ട് പയ്യെ സെറ്റ് വരുന്നേ ഉള്ളൂ. വികലാംഗനാവുമെന്നൊന്നും നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ സോ നമ്മൾ അങ്ങനെ വീഡിയോ പ്ലാൻ ചെയ്ത. അപ്പൊ നമ്മൾ നേരെ വണ്ടി നിർത്തി നേരെ വീഡിയോ എടുക്കാണ്. നമ്മള് മറ്റെന്താ പറയാ, നമ്മളൊരു ഫ്രണ്ടിനെ കാണാൻ പോകും. സത്യം പറഞ്ഞു ആർക്കാണേലും അറിയില്ല. ഞങ്ങള് വെറുതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാർ എടുത്ത് ശോഭയിൽ നിന്ന് ഇവളുടെ കറങ്ങിയിട്ടൊക്കെ വരാന്നുള്ള പ്ലാനിൽ ഇറങ്ങിയതാ. അപ്പോഴാണ് അക്കടുവിനൊരു വ്ളോഗും, അക്കടുവിനാണ് ക്ലാസ്മേറ്റ്സിനൊക്കെ ഒന്ന് കാണിക്കണം വ്ളോഗ് ചെയ്യുന്നതൊക്കെ. ഇനി വരാൻ പോകുന്ന ചെറുതായിട്ട് ലൈറ്റ്. ഇനി വരാൻ പോകുന്ന ഗസ്റ്റ് ആണെങ്കിൽ വലിയൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. സംഭവമാണ്, നമ്മുടെ ഉറ്റ സുഹൃത്താണ്. അപ്പം നമുക്ക് ആൾക്കാരുടെ വീഡിയോ ആളുടെ അടുത്ത് പറയാം. നമുക്ക് ആളുണ്ടെല്ലാം നമുക്ക് ഉൾക്കൊള്ളിക്കാം. ആള് ഞെട്ടൂന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പം എന്താ പറയാ, അപ്പൊ നമ്മൾ നേരെ ശോഭയിലോട്ട് പോവാണ്. ഓക്കെ, നമുക്ക് എന്നാ വണ്ടി എടുക്കാം. വന്നു ആരാ വന്നിരിക്കുന്നത് നോക്കൂ. വലിയ ആർട്ടിസ്റ്റ് ആണ് കേട്ടോ. അതെ, മേക്കപ്പിൽ തിരക്കുള്ള ആളാണ്. ഇതെന്താ തോന്നുന്നു, ഞങ്ങളൊരു വ്ളോഗിൽ ഞങ്ങളുടെ 3 മാസം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വ്ളോഗിൽ നീ വന്നു. എങ്ങനെയുണ്ട്? ടോട്ടലി സർപ്രൈസിംഗ് ആയി. ഹായ് ഗൈസ്. നമുക്ക് സർപ്രൈസിംഗ് പറഞ്ഞിട്ട് ചെയ്യുന്ന നമ്മൾ അങ്ങനത്തെ വ്ളോഗൊന്നും ഇന്ന് നമ്മൾ തന്നെ പ്ലാൻ ചെയ്തിട്ടില്ലടാ. ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല. ഞങ്ങൾ നേരെ വന്നത് അക്കുടൊക്കെ ഉണ്ടല്ലോ, എന്തോ മറ്റേ നമ്മളപ്പോ ശോഭയെ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു പാടമുണ്ട്. നമ്മള് എന്താ പറയാ സൺസെറ്റ് ഒക്കെ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സൺസെറ്റ് കാണാൻ പോവാന്ന് ഞാൻ ഇവിടെ പ്ലാൻ ഇട്ടു. കുറിഞ്ഞാക്കൽ പാടം, കുറിഞ്ഞാക്കൽ സീൻ പാടാട്ടോ. അപ്പൊ ഏറ്റവും കിട്ടില്ല ഒരു പാടാണ്. അതെ, ഇപ്പൊ സൺസെറ്റിന്റെ ടൈം ഫോൺ വാച്ച് ഓഫാ. നീ ഫോണിൽ നോക്കിയ ടൈം എന്തായി? ഗോൾഡനെ പറയാതെ അക്കടു കണ്ട് 6 മണി. കുറിഞ്ഞാക്കൽ പാടം. നമ്മൾ നമ്മുടെ ഈ മനോഹരമായ കുറിഞ്ഞാക്കൽ പാടത്തെത്തിരിക്കണം. നോക്കൂ ഗൈസ്, നോക്കൂ ആ ഭംഗി നോക്കൂ. ഇത് നമ്മുടെ ശോഭയുടെ തൊട്ടടുത്ത് തന്നെയാ കേട്ടോ. സീൻ സ്ഥലമാണ്. അതാ കാണുന്നതാണ് ശോഭ സിറ്റി. അത് അക്കടും അല്ലേ? അപ്പൊ നോക്കി ഇവിടത്തെ ആ ഒരു പ്രകൃതി ഭംഗി, അതിന്റെ ആ ഒരു ബ്യൂട്ടിഫുൾനെസ്സും ഭയങ്കര രസമല്ലേ. ശോഭ സിറ്റി പോവാൻ നമുക്ക് സൺസെറ്റ് കാണുന്നുണ്ടോ? അവിടെ നമുക്ക് വേണേ ബൂസ്റ്റ് കുടിക്കാം. അവിടെ പക്ഷെ ഗൂഗിൾ പേ ഇല്ല. ദാറ്റ് വാസ് സാഡ്, യു നോ. പൈസ ഇല്ല, എല്ലാവരും ഡിജിറ്റൽ മണിയാണ്. ഞങ്ങളൊക്കെ ഭയങ്കര ഡിജിറ്റലിന്റെ ആൾക്കാരാണ്. പക്ഷെ ഈ വ്യൂ എന്തായാലും ഇപ്പൊ ശോഭ സിറ്റി വരുന്ന തൃശ്ശൂർ കുട്ടികൾക്ക് വേണ്ടി ഞാൻ പറയാണ്, വരുമ്പോ ഇവിടെ കേറിയിട്ട് തന്നെ പോണം അല്ലേ. ശർമ്മ, നിനക്ക് എന്ത് പറയാനുണ്ട് ഈ സ്ഥലത്തിനെ കുറിച്ച്? എന്താ ചെയ്യ ആ പാതിര. അല്ല, അപ്പു നടന്ന് കാണിക്ക് ഗൈസ്. അപ്പുവിന്റെ ഇങ്ങനെയല്ല കേട്ടോ ഗൈസ്. ഇല്ല, അവന് ശരിക്കും നടക്കാൻ പറ്റില്ല. അവൻ ആറ്റിറ്റ്യൂഡ് പിടിക്കുന്നുണ്ടേ. ചെറുത്. ഞങ്ങൾ ശോഭ സിറ്റി എത്തിയിരിക്കുകയാണ്. നമ്മൾ ശോഭയുടെ പാർക്കിങ്ങിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പൊ ആ ശോഭ സിറ്റി ഒന്ന് കാണിക്കാൻ പറ്റും. ഫോൺ തിരിച്ച് കാണിക്കാം. അവന്റെ ശോഭ സിറ്റി, ശോഭ സിറ്റി എത്തിയിരിക്കുകയാണ്. നമ്മൾ പാർക്കിങ്ങിലോട്ട് പോവുകയാണ്. ആളാണ് കേട്ടോ, നല്ല തിരക്കാണ്. നിന്നെ ഇന്ന് കാണും എല്ലാവരും. കാലില്ലാത്ത ചട്ടി നടക്കുന്ന ആൾക്കാരുടെ ഇടയിലൂടെ അത് കലക്കി വേണ്ട, അത് കട്ട് ചെയ്ത് കളയും. ഞങ്ങള് പാടത്ത് പോയി ഗൈസ്. പക്ഷെ ഞങ്ങള് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു അല്ലേ. ക്ലൗഡ്സ് ആയിരുന്നു മുഴുവൻ. പ്രോപ്പറായിട്ട് കിടത്തില്ല. ഞങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യണമെന്ന് ഓർത്ത് ഞങ്ങൾ നേരെ ശോഭ സിറ്റിലോട്ട് വന്നിരിക്കുകയാണ്.
അപ്പൊ നമുക്ക് ഈ ശോഭത്തിന്റെ അകത്ത് കാണാം. ലിഫ്റ്റിൽ കാണാം. ഗൈസ് നമ്മളങ്ങനെ അവസാനം ലിഫ്റ്റിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോഴൊന്നും വയ്യാട്ടോ. അപ്പോഴാണ് ആകെ ഒരു പേടിയുണ്ട്. എന്റെ പൊന്നെ ഭയങ്കര ആളാട്ടോ. ഭയങ്കര വിഷയമാ. നിങ്ങൾ നല്ല ചീസിലെയാണോ? ഫോട്ടോ എടുത്ത് വെച്ചോ. നമുക്ക് ഇത് കൊടുക്കണ്ട കേട്ടോ. പൊട്ടേറ്റോ എനിക്ക് പൊട്ടേറ്റോ ഇല്ല. പൊട്ടറ്റോ കൊടുക്കടി കൊച്ചിന്. കൊടുക്കത്തില്ല. അവളെന്റെ ഫോട്ടോ എടുത്ത് എന്റെ കളിയാക്കി. പോസ് തരാൻ പറഞ്ഞിട്ട് പോസ് ചെയ്തിട്ട് ഇത് എടുത്ത ഫോട്ടോ സ്റ്റാൻഡേർഡ് ഫോട്ടോ. ഞാനൊന്ന് അവിൽ മിൽക്ക് ഓർഡർ ചെയ്ത് വന്നപ്പോഴത്തേന് അക്കുടും അവളുടെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇവളങ്ങനെയാക്കി. ഞാൻ മാത്രം കണ്ടോണ്ടിരിക്കും. ഇതിനകത്തുണ്ട് കേട്ടോ. ഞാൻ മാത്രം ഇതിൽ ചതിക്കപ്പെട്ടു. പിന്നെ നമുക്ക് നെക്സ്റ്റ് അവിൽ മിൽക്ക് വന്നിരിക്കുകയാണ്. അക്കുടും ഒക്കെ സീനാ. അതെ, അക്കുടും അല്ലെങ്കിലും ഭയങ്കര വിഷയാട്ടോ. ഷെറിൻ ചേച്ചിക്ക് എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ഇഷ്ടായി. നല്ല നല്ല. ഇത് മാംഗോ ഫ്ലേവർ ആട്ടോ. ഇത് എന്താ സ്പെഷ്യൽ ബൂസ്റ്റ്. യെസ്, സ്പെഷ്യൽ ബൂസ്റ്റ് ആണ്. അപ്പൊ സൂപ്പർ സാധനം. ബൂസ്റ്റ് കഴിച്ചു നോക്ക്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ചെറിയ വ്ലോഗ് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ ശരിക്കും വ്ലോഗ് എടുക്കണമെന്ന് തീരുമാനിക്കാത്ത കാരണമാണെന്ന് തോന്നുന്നു. ഒരു പ്രിപ്പറേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു പെർഫെക്ഷൻ വരാത്തത്. പിന്നെ ശോഭാ സിറ്റിയുടെ തിരക്കും ഭയങ്കര പ്രശ്നമായിരുന്നു. ഓ ഭയങ്കര തിരക്കും. പിന്നെ അപ്പുവിന്റെ ക്ഷീണം. ആ അക്കിടുമൊക്കെ നോക്ക് എന്റെ പൊന്നെ. ആ ഫുള്ളായിട്ടുള്ള സാധനം ഒറ്റക്കടിക്ക് തീർത്തതായിരുന്നു. ഞാനൊരു അബിൽ മിൽക്ക് അല്ല ഞാനും അക്കുടും ആയിരുന്നു ഷെയറിങ്. എനിക്ക് കിട്ടിയില്ല. അല്ല ഞാനും അല്ലല്ല ഏറ്റവും വിറ്റതല്ല ഗൈസ്. ഞാൻ ഒന്ന് അവിൽ മിൽക്ക് എന്നാ പറഞ്ഞിട്ട് വരാന്ന് പറഞ്ഞ് പോയി ഒന്ന് പറഞ്ഞു വരുമ്പോഴത്തേനും സാധനം കഴിഞ്ഞ കണ്ടില്ല. ആ കോല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഭയങ്കര വിഷമം എനിക്ക് ഫീൽ ചെയ്ത കൂടും. എനിക്ക് അതിന് ബിരിയാണി വാങ്ങിച്ചു തരാൻ അവസ്ഥ. ഇനി ബിരിയാണി ഇല്ല. അപ്പൊ ഗൈസ് ഞങ്ങളപ്പോ ഈ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. അതെ, ഇനി ഞങ്ങൾ ഞാൻ പറയുന്നില്ല. 3 മാസമായിരിക്കും അടുത്ത. അപ്പൊ നമുക്ക് ബെൽ ബട്ടൺ തല്ലി പൊട്ടിക്കാം. ഇഷ്ടമാണെങ്കിൽ തല്ലി പൊട്ടിക്കാം. അതെ, നോക്കിട്ട് മതി. ബൈ ബൈ. ശരി, ബൈ ബൈ. ബൈ.